എല്ലാവർക്കും നമസ്കാരം. നാളെ ഹനുമൽ ജയന്തിയാണ്. ഹനുമാൻ ആരാണെന്ന് നമുക്കെല്ലാം അറിയാം. ശ്രീരാമദേവൻ്റെ സേവകനായിരുന്നു. ശ്രീരാമദേവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്തനായിരുന്നു. സീതാദേവിക്കും ശ്രീരാമദേവനും ഒരുപോലെ പ്രിയങ്കരനായ ഭക്തനാണ് ഹനുമാൻ സ്വാമി. അപ്പോൾ ആ ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ ബുദ്ധി, ബലം, കീർത്തി, ധൈര്യം, നിർഭയത്വം, ആരോഗ്യം, ഉണർവ്, വാക്സാമർത്ഥ്യം എന്നിവയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഹനുമാൻ ചാലിസ ജപിക്കുക എന്നുള്ളതാണ്. ഇനിയും ഹനുമാൻ ചാലിസ എന്താണെന്ന് ചോദിച്ചാൽ തുളസീദാസിൻ്റെ, പ്രാചീന ഹിന്ദി കവിയായ തുളസീദാസിൻ്റെ രാമായണമാണ് രാംചരിത് മാനസ്. ആ രാംചരിത് മാനസിൽ തുളസീദാസ് തൻ്റെ ഇഷ്ടദൈവവും പ്രത്യക്ഷമൂർത്തിയുമായ ഹനുമാനെ 40 ഈരടികൾ കൊണ്ട് പ്രകീർത്തിക്കുന്നു. ആ കീർത്തനമാണ് ഹനുമാൻ ചാലിസ. ഇപ്പോൾ ഹിന്ദിയിലെ പ്രാചീന ഭാഷയായ ബ്രജഭാഷയിലെ അവധി ഭാഷയിലാണ് ഈ ചാലിസ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഹിന്ദി ഭാഷയിൽ നിന്നും ചെറിയ വ്യത്യാസമുണ്ട് വാക്കുകൾക്കും ഉച്ചാരണത്തിനുമൊക്കെ. അപ്പോൾ നാളെ ഹനുമൽ ജയന്തി ആകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, വെറ്റില സമർപ്പിക്കുക എന്നുള്ളതാണ്, സിന്ദൂരം സമർപ്പിക്കുക എന്നുള്ളതാണ്, അവൽ നിവ. അപ്പോൾ ക്ഷേത്രത്തിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെങ്കിൽ ക്ഷേത്രത്തിൽ, ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, കുങ്കുമാർച്ചന, വെണ്ണ, അവൽ നിവേദ്യം, വെറ്റിലമാല ഇതൊക്കെ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് വെറ്റിലമാല. അത് രാമായണത്തിൽ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അതുപോലെ കുങ്കുമം ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണത്തിനും കഥയുണ്ട്. ഓരോരോ കഥയായിട്ട് ഞാൻ പിന്നീട് പറയുന്നതാണ്. അതുപോലെ തന്നെ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വെണ്ണ, ഹനുമാൻ ക്ഷേത്രത്തിൽ വെണ്ണച്ചാർത്തുണ്ട്. ഇതെല്ലാം നമുക്ക് വഴിപാടുകളായി സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം, ഭഗവാന്റെ മാത്രമല്ല ശ്രീരാമദേവൻ്റെയും സീതാദേവിയുടെയും ഒക്കെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ നാളത്തെ ഹനുമൽ ജയന്തി നമുക്കും ആഘോഷിക്കാം, ഭഗവാനെ പ്രാർത്ഥിക്കാം. ഹനുമാൻ ചാലിസ ജപിക്കുക. ഓം ഹം ഹനുമതേ എന്ന് 108 പ്രാവശ്യം ജപിക്കുക. ഓം കാര്യസിദ്ധി ആഞ്ജനേയായ നമഃ എന്ന് ജപിക്കുക. നമ്മൾക്ക് എത്ര പ്രാവശ്യം പറ്റുന്നു അത്രയും പ്രാവശ്യം ഇതൊക്കെ ജപിക്കാം. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് വായുവേഗത്തിലാണ്. ഭഗവാൻ വായുവേഗത്തിലാണ് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കും ഭഗവാന്റെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഹനുമൽ ജയന്തി നമുക്കൊരുമിച്ച് ആഘോഷിക്കാം. ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നെയ്ദീപം കൊളുത്താം, ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലാം, ഹനുമാൻ ചാലിസ ജപിക്കാം, ഹനുമൽ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാം, അവിടെ അവൽ നിവേദ്യം നടത്താം, വെറ്റിലമാല സമർപ്പണം നടത്താം, കുങ്കുമം സമർപ്പിക്കാം, വെണ്ണച്ചാർത്ത് നടത്താം. എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ വീട്ടിലിരുന്നാണേലും ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൽ ഹനുമാൻ സ്വാമിയുണ്ട്. അപ്പോൾ എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം ഒന്നിച്ച് ലഭിക്കുവാൻ അവിടെ ഇരുന്ന് രാമരാമ ജപിക്കുകയും ഹനുമാൻ സ്വാമിയുടെ കീർത്തനങ്ങളും ജപിച്ചാൽ മാത്രം മതി. ഇപ്പോൾ എല്ലാവർക്കും ഹനുമാൻ ക്ഷേത്രം അടുത്ത് കാണണമെന്നില്ല. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ പ്രക്കാനം കൈതവനയിൽ ഹനുമൽ സ്വാമി ക്ഷേത്രമുണ്ട്.
അവിടെ നിങ്ങൾക്ക് വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ തന്നെ കവിയൂര് ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട്. എവിടെയായാലും ഹനുമാൻ സ്വാമിയെ നമ്മൾ പ്രാർത്ഥിക്കുക. ഹനുമാൻ സ്വാമി വായുവേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എപ്പോഴും നമ്മോടൊപ്പം ഒരു കാറ്റായി, നമുക്ക് ഒരു തലോടലായി ഭഗവാൻ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.